താരസംഘടന അമ്മയുടെ ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്ന് രാവിലെ ആരംഭിക്കുകയാണ്. ഇന്ന് രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ പത്രിക സമർപ്പിക്കാം. മുൻ വർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് പേര് ഇക്കുറി സ്ഥാനാർത്ഥികളാകുമെന്ന വിവരങ്ങൾ കൂടിയുണ്ട്. സഹിൻ ആന്റണി ഉണ്ട്. സഹിനെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. അമ്മയെ സംബന്ധിച്ച് ഈ പറഞ്ഞതുപോലെ മുൻ വർഷങ്ങളിൽ നിന്ന് അപേക്ഷിച്ച് ഒരുപാട് പേര് മത്സര രംഗത്തേക്ക് വരികയാണ്. അത് ഒറ്റയാൾ പോരാട്ടമുണ്ട്, അമ്മയുടെ പെൺമക്കളുണ്ട്. അപ്പോൾ എപ്പോഴായിരിക്കും പത്രികാ സമർപ്പണവും കാര്യങ്ങളൊക്കെ ആരംഭിക്കുക? എന്താണ് അവസാനവട്ട ചർച്ചകളും പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ സഹിൻ? സേതു, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് ഈ പറയുന്ന പോലെ പത്രികാ സമർപ്പണം ആരംഭിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക ഇന്ന് നൽകി തുടങ്ങും. അത് ഇന്ന് തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. എന്തായാലും വൈകുന്നേരം 4 മണി വരെയാണ്. തുടർന്ന് 24-ാം തീയതി വരെയാണ് പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. 24-ാം തീയതി ഈ പത്രിക പിൻവലിക്കാനുള്ള തീയതിയാണ്. എന്തായാലും ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വലിയ രീതിയിലുള്ള മത്സരമായിരിക്കും നടക്കുക. നേരത്തെ സേതു പറഞ്ഞതുപോലെ അമ്മയുടെ പെൺമക്കൾ എന്നുള്ള പേരിൽ ഒരു സംഘം ഇറങ്ങിയിട്ടുണ്ട്. അത് പൊന്നമ്മ ബാബുവും ഒപ്പം തന്നെ ഉഷ ഹസീനയും എല്ലാം ചേർന്നുകൊണ്ട് നമ്മളുടെ നവ്യ നായരെ മത്സരിപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. കൂടാതെ രവീന്ദ്രനും കുക്കു പരമേശ്വരനും എല്ലാം ഒരു സംഘമായി മത്സരിക്കാൻ ഇറങ്ങുന്നു. ബൈജു സന്തോഷും ശ്വേതാ മേനോനും ഇറങ്ങുന്നുണ്ട്, ഒരു സംഘമായി ഇറങ്ങുന്നുണ്ട്. കൂടാതെ നേരത്തെ മുൻ ഭരണസമിതിയിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ മത്സരിക്കാൻ കച്ചകെട്ടി തയ്യാറായി നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒറ്റയാൾ പോരാട്ടം പറഞ്ഞതുപോലെ ഇടവേള ബാബു മത്സരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇടവേള ബാബു മത്സരിക്കുന്നതിനെ എതിർക്കാനായി ഒരു വിഭാഗം രംഗത്ത് നിൽക്കുകയാണ്. ഇടവേള ബാബുവിനെ മത്സരിപ്പിച്ചാൽ അത് ഈ പറയുന്ന പോലെ തന്നെ ബൈലോയിലെ ലംഘനമാകും. ഇടവേള ബാബുവിന് നിലവിൽ കേസ് നിലനിൽക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ഇടവേള ബാബുവിനെ മത്സരിപ്പിക്കാൻ കഴിയില്ല എന്ന ഒരു വിഭാഗം പരസ്യമായി തന്നെ പറഞ്ഞു. അപ്പോൾ ആൾക്കാർ മത്സരിക്കാൻ ആൾക്കാരുടെ കുത്തിക്കയറ്റമാണ്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് പത്രിക കൊടുക്കുന്നത് എന്നും എങ്ങനെയൊക്കെ ആയിരിക്കും ഈ വിധികളിലൊക്കെ വരുന്നത്, തിരഞ്ഞെടുക്കപ്പെടുന്നത് ആരൊക്കെയാണെന്നൊക്കെ നോക്കിയിരിക്കാം.